സ്നേഹം കൊടുത്തും കൊതിച്ചും അവൾ പെയ്തൊഴിയാതെ ജൂൺ 30 മുതൽ എല്ലാ ദിവസവും വൈകുന്നേരം 6:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. അവിടെ നിന്ന് പോന്നു. കുറഞ്ഞ പക്ഷം മഹിമ സ്വന്തം തെറ്റ് അംഗീകരിക്കെങ്കിലും വേണമായിരുന്നു. ഗിരി, ഗിരി, ഇപ്പൊ എന്റെ മാനസിക നില തീരെ ശരിയല്ല. നീ പോവാൻ നോക്ക്, നമുക്ക് പിന്നെ സംസാരിക്കാം. അങ്ങനെ പിന്നീടത്തേക്ക് മാറ്റുന്ന വിഷയമൊന്നും അല്ലത്. എനിക്ക് പറയാനുള്ളത് നീ കേട്ടേ പറ്റൂ. സ്വപ്ന എല്ലാരും പറ്റിക്ക് അവള് പ്രഗ്നന്റ് ഒന്നും ആയിരുന്നില്ല. കുറ്റക്കാരിയാവാതിരിക്കാൻ മഹിമ വെറുതെ പറയുന്ന കള്ളങ്ങളാ ഇതൊക്കെ. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചാ സ്വപ്നം പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയത്. ഡോക്ടർ ഞങ്ങളോടെല്ലാം വ്യക്തമായി പറഞ്ഞു. ആ ഡോക്ടർ സ്വപ്ന ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാ സ്വപ്ന ആഗ്രഹിച്ച പോലത്തെ റിപ്പോർട്ട് ഡെയ്സി ഡോക്ടർ എഴുതി കൊടുത്തത്. ഇത് വല്ലതും സത്യമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ നിന്റെ ഭാര്യ പറഞ്ഞതെല്ലാം കണ്ണടച്ച് വിശ്വസിക്കാതെ കുറച്ച് ബുദ്ധി ഉപയോഗിക്കാൻ നോക്ക്. സ്വന്തം ബുദ്ധി ഉപയോഗിക്കാത്തതേ നീയാ. ഇല്ലാത്ത ഗർഭത്തിന്റെ പേരിലെ സ്വപ്ന നാടകം കളിച്ചുകൊണ്ടാ നീ അവളുടെ കല്യാണം സഞ്ജുവായിട്ട് നടത്താൻ സമ്മതിച്ചത്. അതുകൊണ്ട് തന്നെയാ സഞ്ജു എല്ലാ സുഖങ്ങളും വേണ്ടാന്ന് വെച്ചിട്ട് സ്വപ്നയുടെ പുറകെ ഇറങ്ങി വന്നതും. എടാ, ഗോപാലിന് അവരെ തിരിച്ച് വീട്ടിൽ കയറ്റാനുള്ള കാരണം അത് തന്നെയാ. ഇന്നേ വരെ നിങ്ങൾ ആരെങ്കിലും അവളുടെ ചെക്കപ്പിന് പോയിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, അവള് നിങ്ങളെ പറ്റിക്കുക. സ്വപ്നയ്ക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടും മഹിമയുടെ പക അടങ്ങിയിട്ടില്ല. സ്വപ്നയെ എല്ലാവരുടെ മുന്നിൽ ഒരു കള്ളിയും കൂടി ആക്കിയാലേ അവക്ക് സമാധാനം കിട്ടുമല്ലേ? നീ എന്നെ വിശ്വസിക്കാൻ തയ്യാറായില്ലെങ്കിലേ പിന്നെ ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എടാ, ആ സ്വപ്ന ഒരു പെരികള്ളിയാ, അതാണ് സത്യവും. ഇനിയും സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഇവര് തമ്മിൽ ശത്രുക്കളാകും. അത് പാടില്ല. ഗിരി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹലോ, നീ എന്താ പതിവില്ലാതെ ഈ വീട്ടിൽ വന്ന് നിൽക്കുന്ന? എന്നെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയാനായിരിക്കും അല്ലേ? പണ്ടെപ്പോഴോ എനിക്ക് നിന്നോടൊരു ഇഷ്ടം തോന്നിപ്പോയി. പക്ഷെ നിന്റെ ശരിക്കുള്ള മുഖം കണ്ടപ്പോ ഞാൻ പേടിച്ച് രക്ഷപ്പെടുമായിരുന്നു. ഇന്ന് എനിക്കുള്ള നിലയും വിലയൊക്കെ കിട്ടാൻ കാരണം അന്ന് ഞാൻ എടുത്ത ആ തീരുമാനമാ. അതിന്റെ അസൂയ മൂത്തിട്ട് നീയും നിന്റെ ഭാര്യ എന്നെ ദ്രോഹിക്കുന്നെന്ന് എനിക്കറിയാം. എന്നെ ഉപദ്രവിക്കുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലാക്കാം. ഞാനും നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ കുഞ്ഞ് നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തത്? ഇത്രയൊക്കെ നിങ്ങൾ എന്നെ ദ്രോഹിച്ചിട്ടും ഞാൻ മഹിമയോട് ക്ഷമിച്ചു. അതിന്റെ കൂലിയാണോ നീ നിന്റെ ഭാര്യ എനിക്ക് തരുന്നേ? സാരമില്ല മോളെ. എടാ, ഇതൊക്കെ ഇവളുടെ അഭിനയോ? മര്യാദക്ക് ഇറങ്ങി പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ കൈ നിന്റെ ദേഹത്ത് വീഴും. എടാ ഗിരി, ഞാൻ പറയുന്നു. മോനെ, പ്രശ്നം ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. നമുക്ക് മനസ്സമാധാനത്തോടെ എല്ലാം സംസാരിച്ച് തീർക്കാം. നീ കഴിച്ചിട്ട് പോയാ മതി. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. ശരി ഏട്ടാ. എന്തായിരുന്നു അമ്മയുടെ ഉദ്ദേശം? ഞാൻ പ്രഗ്നന്റ് ആയിരുന്നില്ല എന്നുള്ള സത്യം എല്ലാരോടും വിളിച്ചു പോവാനായിരുന്നു. ആ സത്യം ആരും അറിയേണ്ട കാര്യമില്ല. ഇനിയും ഞാൻ മിണ്ടാതിരുന്ന ഗിരിയും മുകുന്ദനും ശത്രുക്കളാകും. നന്നായി. എന്റെ ആഗ്രഹവും അത് തന്നെയാ. തുറച്ചു നോക്കൊന്നും വേണ്ട. ഇപ്പൊ കളികൾ മൊത്തത്തിൽ നിയന്ത്രിക്കുന്നത് ഞാനാ. അതുകൊണ്ട് എന്നെ എതിർക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. വെറുതെ ഗിരിയേട്ടനോട് പഴയ കഥകളൊക്കെ വെളിപ്പെടുത്താൻ എന്നെ നിർബന്ധിതയാക്കരുത്. മനസ്സിലായോ? നീ എങ്ങനെ അകത്ത് കയറി? ആവശ്യം എന്റേതാണെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും കേറിയല്ലേ പറ്റൂ. ഓ, ഇവിടെ മറ്റാരുമില്ലെന്ന് മനസ്സിലാക്കി അടുക്കള വാതിലൂടെയൊക്കെ എന്തിനാ മഹിമ ഇത്രയും കഷ്ടപ്പെട്ട് വരുന്നത്? എന്നെ എല്ലാവരുടെ മുന്നിൽ ഒരു കൊലയാളിയാക്കിയിട്ട് ഈ തമാശ പറയാണോ? സോറി, പക്ഷെ നിന്റെ അവസ്ഥ കണ്ട ചിരി വരാതിരിക്കുവോ? ഇല്ലാത്തൊരു കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തിയ നീ ഇപ്പൊ അതേ കുഞ്ഞിനെ കൊന്നതിന് എല്ലാവരുടെ മുമ്പിൽ കുറ്റവാളിയാ.
ദൈവത്തിന്റെ ഓരോ കളികളെ. എന്നെ എല്ലാവരുടെ മുന്നിൽ കുറ്റക്കാരിയാക്കിയിട്ട് നിന്നെ ഞാൻ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുമെന്ന് കരുതിയോ? പിന്നെ എന്താ നിന്റെ പ്ലാൻ? എന്നെ കൊല്ലാനാണോ? അത് നിനക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഞാനൊന്ന് നിലവിളിച്ച ആളുകൾ ഓടിക്കൂടും. നീ എന്നെ കൊല്ലാൻ നോക്കിയതാണെന്ന് പറഞ്ഞാൽ എല്ലാരും വിശ്വസിക്കും. എന്തേ കാണണോ? നീ ശബ്ദം ഉണ്ടാക്കിയ നിന്നെ ഞാൻ കുത്തിക്കൊല്ലും. അതിനുള്ള ധൈര്യം നിനക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇനി നിനക്ക് അങ്ങനെ ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ തന്നെ നീ മഞ്ജുവിന്റെ മുമ്പിൽ കൂടുതൽ തരം താഴ്ന്നു പോവേ ഉള്ളൂ. നീ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട. നിനക്ക് നിന്റെ കുടുംബത്തിന് മുന്നിൽ നാടകം കളിക്കേണ്ടി വരും. എനിക്കിത് മനസ്സിലാക്കാം. പക്ഷേ എന്റെ ചേച്ചിയോട് നീ എല്ലാ സത്യം പറഞ്ഞേ പറ്റൂ. ഞാൻ നിരപരാധിയാണെന്ന് ചേച്ചിയെങ്കിലും വിശ്വസിക്കണം. എനിക്കതിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെന്തിനാ ഞാനത് ചെയ്യുന്നത്? നിത്യയുടെ പേരിൽ തുടങ്ങിയ ട്രസ്റ്റിൽ മോഷണം നടത്താൻ സഞ്ജു എന്നെ സഹായിക്കുന്ന ഓഡിയോ റെക്കോർഡിംഗ് ഉണ്ട്. അത് ഞാൻ ഗോപാലിന് അയച്ചു കൊടുത്താ അയാൾ നിങ്ങളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. നീ അതൊന്ന് അയച്ചു നോക്ക്. ഗോപാൽജി അതെല്ലാം ഫേക്ക് ആണെന്നേ കരുതൂ. അതിനനുസരിച്ച് ഞാൻ കരുക്കള് നീക്കിയിട്ടുണ്ടായിരുന്നു. എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല മഹിമ. പക്ഷേ സഞ്ജുവും ഗോപാൽജിയും നിന്നെയോ നിന്റെ കുടുംബത്തെയോ മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഞാൻ നിനക്കൊരു ഉപദേശം തരാം. നീ ഈ നാട് വിട്ടു പൊക്കോ. കേസും ബഹളവും ഒക്കെ അവസാനിച്ചതിന് ശേഷം തിരിച്ചു വന്നാ മതി. ദേ ഇവിടെ ഉള്ളവര് വന്നോന്ന് തോന്നുന്നു. അവര് കാണാൻ നിൽക്കുന്നുണ്ടോ? ഞാനേ വാതിൽ തുറക്കാൻ പോട്ടെ. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ. ദാ വരുന്നു.